ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മകളും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം 10-15 മിനിറ്റോളം നോക്കാം മക്കളെ. എന്താ പറയുക, നമ്മൾ എവിടെ വായിച്ചു നിർത്തിയത്? ഭഗവാൻ പരമേശ്വരൻ അറിഞ്ഞല്ലോ, നാരദ മഹാമുനി ചെന്ന് പറഞ്ഞപ്പോൾ സതീദേവിയുടെ അവസ്ഥ. അങ്ങനെ ഭഗവാന് കോപം വന്ന് എന്ത് ചെയ്തു? താടിയെല്ലാം പിടിച്ച് വലിച്ചു വരച്ചെടുത്ത് വീരഭദ്ര പെരുമാളിനെ അവിടെ പ്രത്യക്ഷമാക്കി. അത് ഭഗവാൻ സൃഷ്ടിച്ചു. അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു ദക്ഷനെ കൊല ചെയ്യാൻ. അങ്ങനെ ഭൂതഗണങ്ങളുമായി വന്ന് യാഗശാല മൊത്തവും തല്ലി തരിപ്പണമാക്കി വാരി വിതറി എല്ലാം നശിപ്പിച്ച് ശുക്രാചാര്യർക്കൊക്കെ എന്താ ചെയ്യാന്ന് നമുക്ക് വായിക്കാം. എല്ലാം ഇനി അതിൻ്റെ ബാക്കി, കാരണം എവിടം വരെ എല്ലാ ശാലകളെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ മാലേറി മണ്ടി തുടങ്ങിയ രേവര് അവിടെ ഉള്ളവരെല്ലാം ഓടി, പേടിച്ച് അവിടെ ഉള്ള സർവ്വരും ഓടി. പക്ഷേ ഭൃഗുവിനെ പിടികിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ മണിമാൻ ഭൃഗുവിനെ ചെന്നുടൻ കെൽപ്പോട് അടുക്ക് പിടിച്ച് കെട്ടി ക്ഷണാൽ പെട്ടെന്ന് തന്നെ ഭൃഗുവിനെ പിടിച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്ത് പെട്ടെന്ന് മുഷ്കോട് ഇരുത്തി മീശ പെരുങ്കൊമ്പുകൾ ഒക്കെ പരിചോട് കൂട്ടി പറിച്ച് ഭുജത്തിങ്കിൽ നിന്നൊഴുകിയിടിന പിടിച്ച് എന്താ ചെയ്യുക? കെട്ടി നിർത്തിയിട്ട് അയാളുടെ താടി മീശ എല്ലാം വലിച്ചു പറിച്ച് ഈ ശുക്രാചാര്യരുടെ. അപ്പോഴെന്തോന്ന്, മുഖത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി. രക്തക്കളി കണ്ട് പൊട്ടിച്ചിരിച്ചഹോ. അവിടെ നിന്ന ഭൂതഗണങ്ങളും എല്ലാം ഇത് കണ്ട് പൊട്ടിച്ചിരിച്ച് അവിടെ നിന്നവരെല്ലാം ഭയന്ന് ഓടി. ഈ ഭൂതഗണങ്ങളെല്ലാം ഇങ്ങനെ ശുക്രാചാര്യരുടെ മുഖത്തുനിന്ന് രക്തം ഒലിക്കുകയും താടി മീശെല്ലാം വലിച്ചു പറിച്ചോ എല്ലാവരും ഇവിടെ പൊട്ടിച്ചിരിച്ചിട്ട് എന്താ പറയുന്നത്? ഇതാണ് മൽപ്പെരും പാഷണ്ഡ വൃത്തികൾ ഇത്തരം ഉൾപ്പൂവിൽ ഓർത്തുകൊള്ളുകെന്ന് ചൊല്ലും വിധവും. ഇതാണ് പാഷണ്ഡ വൃത്തി. കാരണം ഇവരെ ശപിച്ചല്ലോ, പരമേശ്വരനെയും ഭൂതഗണങ്ങളെയും. ശുക്രാചാര്യ എന്താ ചെയ്തത്? നിങ്ങൾ പാഷണലായി പോകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചല്ലോ, മതവിരോധികളാകട്ടെ. ഇതാണ് സംഭവം എന്നവർ കാണിച്ചു കൊടുത്ത്. മതവിരോധികൾക്ക് ഇനി എന്തും ചെയ്യാമല്ലോ. അതുകൊണ്ട് അയാളെ പിടിച്ച് കെട്ടി താടിയെല്ലാം വലിച്ചു പറിച്ച് ശരിയാക്കിയിട്ട് പറഞ്ഞു, ഇതാണ് പാഷണ്ഡ വൃത്തി. തിക്കി തിരക്കി ഓടിയിടും ഭൃഗുവിനെ ചിക്കനെ ചെന്നോ പിടിച്ചു നന്ദീശ്വരൻ. ഭഗവാന്റെ കാളയാകുന്ന വാഹനം നന്ദി എന്ത് ചെയ്ത്? അയാൾ ഇതും വിട്ടിട്ട് തിക്കി തിരക്കി ഓടി ഈ ഭൃഗു. ഇന്ന് ശുക്രാചാര്യർ അങ്ങനെ നന്ദി ചേറി പിടിച്ച് മുഷ്കരൻ പാരം ഉതർന്നവൻ തന്നുടൽ ഞെക്കിപ്പിടിച്ചു കാലം കരയുഗ്മവും കെട്ടുന്ന അളവ് നോക്കുന്നവൻ തന്നെ ദൃഷ്ടികൾ കുത്തിപ്പൊടിച്ച് ഇരുത്തിയിടിനാൻ. അങ്ങനെ കാലും കൈയും എല്ലാം പിടിച്ച് ഞെക്കി, ശരീരമൊക്കെ ഞെക്കി പിടിച്ച് എന്ത് ചെയ്തു? അവൻ്റെ കണ്ണ്, ദൃഷ്ടി അതൊക്കെ കുത്തിപ്പൊടിച്ച്. ഒരു കണ്ണേ ശുക്രാചാര്യ ഇങ്ങനെ പൊട്ടിച്ചതാ, ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചതാ. ചണ്ഡേശ്വരൻ കരതാൽ അകപ്പെട്ട് തന്നേരം ആശുപൂഷാവ് അവൻ തന്നെ ദന്തങ്ങളെല്ലാം അടിച്ചു കൊഴിച്ചഹോ. അങ്ങനെ പല്ലൊക്കെ അടിച്ചു. ചണ്ഡേശ്വരൻ കരതാൽ അകപ്പെട്ട് അപ്പോൾ അയാളുടെ ദന്തങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. ചന്തമുണ്ടി പോളി തന്ന് ചൊല്ലി ദ്രുതം. ഇപ്പം കാണാം, പല്ല് പോയ പിന്നെ പറയണോ? ചന്തമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ ബന്ധിച്ചു പന്തിയിലിട്ട്. എന്നിട്ട് എന്ത് ചെയ്ത്? പല്ലൊക്കെ അടിച്ചു കൊണ്ടിട്ട് ഇവനാണ് ദക്ഷൻ്റെയാണ് ശുക്രാചാര്യരുടെ കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ച്. അന്നേരമാണ് ഇയാളെ പിടിയിട്ട് ചണ്ഡേശ്വരൻ കരുതാലിൽ അകപ്പെട്ടത്. അന്നേരം ആശു പൂഷാവ് അവൻ തന്നെ ദന്തങ്ങളെല്ലാം അടിച്ചു കൊഴിച്ചഹോ, പല്ലെല്ലാം അടിച്ചു പൊട്ടിച്ച്. ചന്തമുണ്ടി പോളി നിന്ന് ചൊല്ലി ദ്രുതം. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കാണാനിപ്പം ചന്തമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്ത്? ബന്ധിച്ചു പന്തിയിലിട്ടളവേ പരിപന്ധിയാം ദക്ഷപ്രജാപതി തന്നെയും. ആ പന്തിലിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്തു? വീരഭദ്ര പെരുമാൾ ചെന്ന് കൈപിടിച്ച് ആരൂഢമോദേനെ കെട്ടി സരഭസം ശൂലമുനയാൽ കഴുത്ത് അറുപ്പിച്ചുടൻ ഓലോല വാരുന്ന ചോരയോടെ തല തന്നെ കയ്യാലെടുത്ത് അങ്ങ് ദക്ഷിണകുണ്ടത്തിൽ ആഹുതിയാക്കി ക്ഷണാന്തരാൽ. അയാളുടെ തല ഈ വീരഭദ്ര പെരുമാൾ ശൂലം കൊണ്ട് അറുത്തിട്ട് എന്ത് ചെയ്ത്?
ആ ഓലോല രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ തലയെടുത്ത് ആ തീക്കുണ്ടത്തിലിട്ട് യാഗശാലയിലെ അഗ്നിയിലിട്ട് പെട്ടെന്ന് തന്നെ. ചണ്ഡപരാക്രമന്മാരായ ഭൂതങ്ങൾ കണ്ട പരശു നിയോഗികൾ ഇങ്ങനെ ദണ്ഡ മുസല ശൂലങ്ങൾ ധരിച്ചുകൊണ്ട് അണ്ടകടാഹം നടുങ്ങുമാർ ഊറ്റമാം വണ്ണം അലറി തിമിർത്തു ചെല്ലുമ്പോഴ് എന്നെ കൊല ചെയ്യുമെന്നോർത്തഹോ വിണ്ണവരും മുനിമാരും പരവശാൽ മന്നിടം ചെമ്മേ കുലുക്കി ഓടിയിടിനാർ. ഇത്രയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ദേവന്മാരും മുനികളെല്ലാം എന്തോ ഭയന്ന് പേടിച്ച് ഓടി. കാരണം ഈ ദക്ഷൻ്റെ തലയർത്ത് തീകുണ്ടത്തിൽ ഇട്ടപ്പോൾ പിന്നെ കൈ കിട്ടുന്നവരെല്ലാം ആ ദേഷ്യത്തിന് കിട്ടുന്നവരെല്ലാം ചെയ്യുമെന്ന് പേടിച്ചിട്ട് ദേവന്മാരും മുനിമാരെല്ലാം ഭയന്ന് ഓടി. പേടിച്ചു കണ്ണു തുറിച്ചവരാശു താൻ ചാടി കിതച്ചു മണ്ടി ഭ്രമിച്ചേവരും കൂടെ ചുഴന്ന് സരോജാസനൻ മരുവീട് മഹാസത്യലോകം പ്രവേശിച്ചാർ. ഓടിയവരെന്ത് ചെയ്തു? സത്യലോകത്തേക്ക് ബ്രഹ്മാവിൻ്റെ അടുക്കിലേക്ക് ഓടി എത്തി. കാരണം ഭയന്ന് പോയില്ലേ. ദക്ഷനെയും അത് ശുക്രാചാര്യരുടെ കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ച എന്തായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുമോ? കണ്ണല്ലേ. അത് കേട്ട് ദക്ഷനെ കഴുത്തറുത്ത് തീക്കുണ്ടത്തിലിട്ട് അവിടെ നിന്നവരെല്ലാം ഓടി. പിന്നെ എങ്ങോട്ട് രക്ഷ ഇല്ലാഞ്ഞ് ഓടി അതായത് ബ്രഹ്മാവിനടുക്കിലേക്ക് സത്യലോകത്തിലേക്ക് ഓടിച്ചെന്ന്. എന്നിട്ട് സംഭ്രമിച്ച അംഭോജ സംഭവൻ തൻ പദവൻപുട് പാലയേതീശ്വരയിലൊക്കവേ എല്ലാവരും രക്ഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് സ്വരയിൽ എല്ലാവരും ഒരുപോലെ നിന്ന് സംഭ്രമിച്ചിരിക്കുക. അപ്പം ഇതിങ്ങനെ രക്ഷിക്കണമേ എന്ന് പറയുമ്പം ഈ അംഭോജ സംഭവൻ തൻ പദം അൻപോട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ചെന്ന് വീണിട്ട് അവർ പറയുക, രക്ഷിക്കണമേ. അങ്ങനെ കുമ്പിടുന്നോരളവ് എന്തൊരു ഘോഷം എന്ന് അമ്പരന്ന് അംഭോജ സംഭവനും തഥാ. ഇതെന്തൊരു ഘോഷമാണെന്ന് അറിയാൻ വയ്യ. ബ്രഹ്മാവൊന്നും അറിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഇതെന്താ ഈ ബഹളം, ഇതെല്ലാം ആരവങ്ങൾ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം സംഭ്രമിച്ചിട്ട് പേടി കെടുമാറി ചോദിച്ചളവിടെ ഇടരോടെ സകൽഗതം വേഗാൽ അവറുകളും. അങ്ങനെ എന്താ സംഭവം എന്നറിയാൻ അംഭോജ സംഭവനും തഥാ പേടി കെടുമാറ് ചോദിച്ച്, എന്താ നിങ്ങളിങ്ങനെ പേടിക്കാതിരിക്കൂ എന്നും പറഞ്ഞ് ഈ ബ്രഹ്മാവ് സകൽഗതം വേഗാൽ അവറുകളും ഇങ്ങനെ പേടിക്കാതിരിക്കുന്ന ഇവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഗൽഗത്തോട് പറയുന്നു, ചൊല്ലിനാരുണ്ടായ അവസ്ഥകൾ അൻപിനോടെല്ലാം അതും ബദാ കേട്ടു. ചതുർമുഖൻ എല്ലാം ഉണ്ടായ കാര്യങ്ങളെല്ലാം ബ്രഹ്മാവിനോട് പറഞ്ഞു, കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ പറയുന്നു ചതുർമുഖൻ ബ്രഹ്മാവ് പറയുന്നു, കഷ്ടമേ നിങ്ങളെല്ലാവരും കൂടി അങ്ങൊട്ടും വിചാരം ഒരുവർക്കും എന്നീ നിങ്ങൾക്ക് ആർക്കും ഒരു വിചാരമില്ലേ? എന്താ ഇത് കഷ്ടമാണല്ലോ ഇത് ചെയ്തത്. മൃത്യുഞ്ജയൻ നീരസം ചെയ്യുക മൂലം ആയുധം അനർത്ഥമാകപ്പെട്ടത് എത്രയും. ഭഗവാനെ പരമശനെ കോപിപ്പിച്ചാൽ രക്ഷയുണ്ടോ? മൃത്യുഞ്ജയന ഭഗവാൻ നീരസം വന്നാൽ പിന്നെ എന്താ, പിന്നെ അനർത്ഥമല്ലേ ഉണ്ടാകുള്ളൂ. ഇതെന്താ ഇങ്ങനെ ആർക്കും നിങ്ങൾക്കെന്തോ ഒന്നും വീണ്ടും വിചാരം ഇല്ലാതായിപ്പോയോ? ഭഗവാൻ പരമേശ്വരനെ കോപിപ്പിക്കാൻ കൊള്ളാമോ? കാരണം സതീദേവിയുടെ കാര്യം ഇത്രമാത്രം ഉണ്ടെങ്കിൽ അത്രമാത്രം ഈ പൂജാരികളായിരിക്കുന്ന ശുക്രാചാര്യരൊക്കെ ഒന്ന് ക്ഷമിക്കണ്ടായിരുന്നോ? കാരണം അവർ മുഖാന്തരല്ലേ സതീദേവിക്ക് ഇത്രയും വന്നത്. ഇവർ അത്രമാത്രം അഹങ്കാരം തന്നെയാണ്. അത് ഇതൊക്കെ ആവശ്യമാണ്. നമുക്കത് പഠിക്കാനെന്താ? ഇതാണ് സംഭവം. അഹങ്കരിച്ചാൽ മുഖം കരി പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് സത്തുക്കളാ മഹാത്മാക്കൾക്ക് ദൈവതത്വത്തെ മറന്നാൽ വരും ഇതെല്ലാവർക്കും. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാനുണ്ട്? ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് സത്തുക്കളാം മഹാത്മാക്കൾക്ക്, അവിടെ ശുക്രാചാര്യരും ഈ വേദപണ്ഡിതന്മാരും എല്ലാം ഈ യാഗം ചെയ്യുന്നവരെല്ലാവർക്കും മഹാത്മാക്കളായിട്ടാണല്ലോ ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവർക്ക് എന്ത് പറ്റി? ദൈവതത്വത്തെ മറന്ന് അഹങ്കരിച്ച്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. വലിയ വലിയ മഹാത്മാക്കളായിട്ടും ഇപ്പം ഒരു മഹാത്മാവായിട്ട് നന്നായിരിക്കും, 10 പേരും കൊണ്ടൊന്ന് പുകഴ്ത്തും, പിന്നെ ഞാൻ വലിയവനുള്ള ഒരു ഹുങ്ക് ഉള്ളിൽ വരും. അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശുക്രാചാര്യർക്കായാലും മറ്റുള്ളവർക്കായാലും അഹങ്കാരം വന്നില്ലായിരുന്നെങ്കിൽ ദക്ഷൻ്റെ അടുക്കെ വന്ന മകളോട് ഇത്രയും ആക്ഷേപം ഈവന്മാർ പറയുമായിരുന്നു, പരമശിവൻ ഇങ്ങനെ ആക്ഷേപിക്കുമായിരുന്നു. ഇത് അവരല്ലേ ഇതിനെല്ലാം കാരണക്കാർ. സതീദേവി ഒരു പെണ്ണല്ലേ, അതുമല്ല ദക്ഷൻ്റെ മകളല്ലേ. അവർക്കത് ഈ അനുയായികൾക്കത് കൊള്ളാമോ? അപ്പം നമ്മളിതിനകത്ത് എന്താ പാഠം പഠിക്കേണ്ടേ? ദൈവത്തെ മറന്ന് ആര് പ്രവർത്തിച്ചാലും അവിടെ പല്ലും പോവും, കണ്ണും പോവും, എല്ലാം പോവും, തലയും പോവും. ഇത് മനസ്സിലാക്കണം. സത്തുക്കളാ മഹാത്മാക്കൾക്ക് ദൈവതത്വത്തെ മറന്നാൽ വരും ഇതെല്ലാവർക്കും. ദൈവമാകുന്നത് സാക്ഷാൽ മഹേശ്വരൻ, സർവജ്ഞനെ മറന്നിടരുതാരുമേ. അപ്പോൾ ദൈവം എന്താണ് ആകുന്നത്? ആരാ? ഭഗവാൻ പരമേശ്വരനാണ്. അതാണ് നാരായണൻ എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെ. അത് ശ്രീരാമനെന്നോ പരമശിവനെന്നോ ആരോ ആയിക്കോട്ടെ, ഇതെല്ലാം ഓരോ നാമങ്ങളും രൂപങ്ങളുമായിട്ട് വന്നേക്കുന്ന ആള് ഒന്നേ ഉള്ളൂ.
ഒരേ ഒരു അദ്വൈതമാണ്, ലോകത്തിൽ ഒരേ ഒരു പരബ്രഹ്മമേ ഉള്ളൂ. അതിൻ്റെ ഓരോ നാനാത്വം എടുത്തേക്കുന്ന്, പല പല രൂപം നാമം എടുത്തേക്കുന്ന്. ആർക്ക് വേണ്ടി? ഈ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് ദൈവതത്വത്തെ മറന്നാൽ ഇതാണ് അനുഭവം. ദൈവമാകുന്നത് സാക്ഷാൽ മഹേശ്വരൻ, സർവജ്ഞനെ മറന്നിടരുത് ആരുമേകർ. സർവ അനുകൂലമില്ലാകിൽ എല്ലാം വൃഥ, സർവ്വലോകാർത്ഥവും ഇല്ലൊരു സംശയം. ഭഗവാന്റെ അനുകൂലം, സർവാനുകൂലം, ഭഗവാന്റെ അനുകൂലം ഇല്ലെങ്കിൽ എല്ലാം വൃഥ. ഈ സർവ്വലോകാർത്ഥം എന്തെല്ലാം നമ്മൾ നേടിയാലും വെറുതെയാണ്. വൃഥ, സർവ്വലോകാർത്ഥവും ഇല്ല. എന്തൊക്കെ ഈ ലോകത്തിലെ സർവ്വം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റേതും ഒന്നിപ്പാരിൽ ആരും വഹിപ്പവരില്ലല്ലോ. അപ്പോൾ ഭഗവാന് പ്രസാദം ഇല്ലാതെ ഒരുവനും ഈ പാരിൽ, ഈ ഭൂമിയിൽ വഹിപ്പവരാരുമില്ല, ആർക്കും പറ്റത്തില്ല. മുപ്പുരാരാധിതൻ കോപം സഹിപ്പതിനുൾപ്പൂവിൽ ഓർക്കിൽ അരുതൊരുവർക്കുമേ. ഈ ഭഗവാന്റെ കോപം സഹിപ്പാൻ ഇവിടെ ആർക്കും പറ്റത്തില്ല. ദുർഗർവം ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാം കളഞ്ഞൊക്കെ എല്ലാവരും കൂടവേ ചെന്നുടൻ രുദ്രനെ തന്നെ ശരണം ഭജിക്കിലേ ഭദ്രമായി വന്നുകൂടൂ ബദ നിർണയം. അതുകൊണ്ട് ഇതിന് ഈ കോപം ശമിപ്പിക്കാൻ ആരാലും സാധ്യമല്ല. ഇവിടെ ബ്രഹ്മാവോ ആരും ഇതിന് പകരമായി ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇവരെ എല്ലാവരും കൂടെ ചെന്ന് രുദ്രനെ, നമ്മൾ ഈ ആരൊക്കെയാണോ അവരെല്ലാവരും കൂടെ ഇപ്പം ദക്ഷിണല്ലേ പോകാൻ പറ്റാവുള്ളൂ. അതുകൊണ്ട് സർവ്വപേരും കൂടെ ചെന്ന് ഭഗവാനെ ഭജിക്കൂ, രുദ്രനെ ശരണം ഭജിക്കിലേ ഭദ്രമായി വന്നുകൂടൂ, എന്നാലേ നമുക്ക് ഭദ്രത വരൂ. അല്ലെങ്കിൽ ഇത് സമാധാനക്കേട് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ഭജിക്കൂ ബദനിർണയം. നല്ലതിനിമേൽ വരണമെന്നാകിൽ അങ്ങ് എല്ലാവരും ഒരുമിച്ചു പോന്നിടുവൻ. അതാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭജിക്കണം എന്ന് പറഞ്ഞത്. ഒരു വീട്ടിൽ തന്നെ നമുക്ക് വിഷമങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ ഒരാൾ തന്നെയല്ല പ്രാർത്ഥിക്കണം. നമ്മളെ കുടുംബം നന്നായി പോകണമെങ്കിൽ 4 പേരുടെ 4 പേരും ഭക്ഷണം കഴിച്ചാൽ ജീവിക്കുന്നത്. ഈ 4 പേർക്കും ഭജിക്കുകയും ചെയ്യണം. കൂടിരുന്ന് എല്ലാവരും ഒന്നിച്ച് തന്നെ ഭജിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ആരാധിക്കണം. അത് ഇതാ ഭദ്രമായി വരണമെങ്കിൽ, നല്ലത് ഇനിമേൽ വരണമെന്നാകിൽ എന്ത് വേണം? എല്ലാവരും ഒരുമിച്ച് പോന്നിടുവിൻ. എവിടേക്കാ? ഭഗവാന്റെ അടുക്കലേക്ക്. നമ്മളും എല്ലാവരും ഒന്നിച്ചൊരു കുടുംബത്തിൽ എല്ലാവരും ഇരുന്ന് ഒരു സംഘമായിട്ട് ഒരു ഗ്രാമത്തിലിരിക്കാം, ഒരു ഭവനത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കാം. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അവിടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നല്ലത് ഇനി മേൽ വരണം എന്നാകിൽ എല്ലാവരും പോയിരുന്ന് ഭഗവാൻ അടുക്കലേക്ക് പോകൂ. നമ്മളും ഭഗവാൻ അടുക്കലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വിളക്കാണ് നമ്മുടെ ഈശ്വരനെങ്കിൽ, പ്രതീകമാണെങ്കിൽ നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് ഭഗവാനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. വല്ലാതെ നിന്നുഴന്നാൽ ഇനിയും മുഹരിൽ ഒരു കാര്യം നശിക്കുന്നേ ദൃഢം. നമ്മൾ വല്ലാതെ വേണ്ടാന്ന് വെച്ചാൽ, അത് ഭജിക്കാതിരുന്നാൽ ഇതിൽ കൂടുതൽ നശിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യവും നേടത്തില്ല. കല്യാണിനിയായ ഭാരതീ വല്ലഭനെല്ലാം അരുൾ ചെയ്തിങ്ങനെ കേട്ടവർ. ഈ പിന്നെ ബ്രഹ്മാവ്, അതായത് കല്യാണിനിയായ ഭാരതീ വല്ലഭൻ, അതായത് ബ്രഹ്മാവ് ഈ പറഞ്ഞതെല്ലാം കേട്ട് എല്ലാവരും അങ്ങനെ കേട്ടിട്ട് ചൊല്ലിനാരെല്ലാം അരുൾ ചെയ്ത വണ്ണമായി കൊള്ളാം, ഇനി അതിനില്ലൊരു സംശയം, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. പോരുവിനെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മാരാരിയെ ചെന്ന് കൈ തൊഴുതിടുവാൻ കാലം കളയരുതേതും എന്നാശു തൽക്കാലേ മുതിർന്ന് എഴുന്നള്ളി ചതുർമുഖൻ. എല്ലാവരും ഒന്നിച്ച് പോകാണ്ട് ബ്രഹ്മാവും അതിനൊരുങ്ങി എഴുന്നള്ളി. ബ്രഹ്മാവും കൂടെ പോകുന്നു. കൂടെ ചുഴന്നിട കൂടി തുളർന്നിടരോടും സുരമുനിമാരും അതിദ്രുതം പാടെ പരിചോട് ചെന്ന് ഉടൻ ധൂർജടി വാണം പ്രവശ്യ ഭൂതാവലി ചൂഴവേ വാഴു ഇളാവൃതവാസം മഹേശ്വരം കോഴ ഒഴിഞ്ഞ് കണ്ട ആനന്ദചേതസാ. ഭഗവാൻ എവിടെ? ഇളാവൃതത്തിലാണ്. മാല്യവാൻ പർവ്വതത്തിന് പടിഞ്ഞാറും ഗന്ധമാദന പർവ്വതത്തിന് കിഴക്കുള്ള സ്ഥലത്ത് നവദ്വീപുകളിൽ ഒന്ന്, അവിടെയാണ് ഭഗവാൻ വസിക്കുന്ന. അന്നേരം അവിടേക്ക് പോയി. വാടം പ്രവശ്യ ഭൂതാവലി ചൂഴവേ വാഴ് ഇളാവൃതവാസം, അവിടെയാണ് വസിക്കുന്നത് ഭഗവാൻ പരമശിവൻ. ആ മഹേശ്വരം കോഴ ഒഴിഞ്ഞ് കണ്ട ആനന്ദ ചേതസാപാദം നമസ്കരിച്ചാൻ വിധാത അതിസാദം കലർന്നു മുനിസുരവൃന്ദവും വീണു നമസ്കരിച്ചിടാരാശു തൽ പ്രാണരക്ഷാശയാ. എല്ലാവരും ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ദേവൻ വിധി തഥാപാതേ നമസ്കരിച്ചാരൂഢ ഭക്തി ചേർന്ന ആദരവോട് നിന്നിടുന്ന അളവധ മോദേന ശ്രീ പരമേശ്വരൻ ശങ്കരൻ ധാതാവിനെയും നമസ്കരിച്ചിടിനാൻ. ഭഗവാനെ എല്ലാവരും കൂടെ ചെന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? ബ്രഹ്മാവിനെയും തിരിച്ച് നമസ്കരിച്ചു.
സേവകന്മാരോട് കൂടവേ ശാർവനങ്ങാവർ മുതാ വണങ്ങുമ്പോൾ കൃതസ്തുതി ധാതാവ് പിന്നെയും ഈശ പാദാംബുജം ആദിശമനായ താണു തൊഴുടൻ. പിന്നെയും ധാതാവ് ഭഗവാനെ വീണ്ടും തൊഴുതു നിന്ന്. അപ്പം ആദിശമനായ താണു തൊഴുടൻ നിന്ന് അപേക്ഷിച്ചളവുള്ള ഉള്ളം തെളിഞ്ഞത് അങ്ങനെ വീണ്ടും വീണ്ടും തൊഴുതപ്പോൾ ഭഗവാന്റെ ഉള്ളം അല്പം പ്രസാദിച്ചു. പരമശിവന്റെ കോപം ഒന്ന് അടങ്ങിയ. കാരണം സർവ്വപേരുടെ ഒന്നിച്ചാ പോയേക്കുന്നത്. എല്ലാവരുടെ ആരുടെയും ഹൃദയം ശുദ്ധമായിരിക്കുമല്ലോ. ഇവിടെ ബ്രഹ്മാവിനെ അറിയാവൂ. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ തെറ്റ് മാറണമെങ്കിൽ ഭഗവാൻ തന്നെ അഭയം പ്രാപിച്ചേ പറ്റൂ. എവിടെയാണ് സംഭവിച്ചത് അവിടെ തന്നെ അവിടെ തന്നെ പശ്ചാത്തപിക്കണം. അതുകൊണ്ട് അവിടേക്ക് തന്നെ പോയി. എല്ലാവരുടെ പോകുമ്പോൾ ചിലരുടെ ഹൃദയം നല്ല ശുദ്ധമായിരിക്കും. അപ്പോൾ ഭഗവാൻ ഇതിൽ ഇപ്പോൾ 10 പേര് അതിലുണ്ടെങ്കിൽ 2 പേർക്കെങ്കിലും ശുദ്ധമായ ഹൃദയം അവർ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കുമല്ലോ. അതുകൊണ്ട് അവിടെ ഭഗവാൻ അപ്പം ഉള്ളങ്ങ് തെളിഞ്ഞതാ. പന്നകഭൂഷണൻ താൻ പ്രസാദിക്കയാൽ ദക്ഷപ്രജാപതി തജ്ജീവനത്തെയും. അങ്ങനെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്തുവന്ന് ദക്ഷപ്രജാപതിക്ക് അവൻ്റെ ജീവനത്തെയും യജ്ഞ അവസാനത്തെയും വരുത്തിയിടുവാൻ കൽപ്പിച്ചു. അനുഗ്രഹിച്ചിടാനേഷ സങ്കല്പിതമാ ഉപായാർത്ഥ അഹോ ചില സത്തുക്കൾക്ക് അംഗഭംഗങ്ങൾ ഭവിച്ചതും ചിത്തപ്രസാദേന നൽകിനാൻ ഈശ്വരൻ. അപ്പോൾ ഇത്രയും പ്രസാദം ഭഗവാൻ വന്നതുകൊണ്ട് ചില സത്തുക്കൾക്ക് അംഗഭംഗങ്ങൾ ഭവിച്ചാൽ എന്ത് വരും? ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച് കിട്ടും. ദക്ഷപ്രജാപതിക്ക് അങ്ങനെ ജീവനെ കിട്ടുന്ന കാര്യമായി പറയുന്നത്. ഭഗവാൻ എത്രമാത്രം ഇവരെല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്പം ഭഗവാന് ഒന്ന് വിനയം, ഭഗവാൻ ഒരു കോപം ഒന്ന് മാറ്റി ഉള്ളം പ്രസാദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പ്രസാദിച്ച് നൽകിയാൻ ഈശ്വരൻ അവന് ഈ ദക്ഷന് ജീവൻ കൊടുക്കണമല്ലോ. പിൽപ്പാട് സർവജഗൽ ഗുരു ശങ്കരൻ മുപ്പുരാരാതി മൂല പ്രകൃതീശ്വരൻ. ഭഗവാൻ ആരാണ്? പ്രകൃതി പുരുഷനാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നാരായണനാണോ പ്രകൃതി പുരുഷൻ? അപ്പം നമ്മൾ ചിന്തിക്കണം, നാരായണനും പ്രകൃതി പുരുഷനാണോ? പരമേശ്വരനും ഇവിടെ പ്രകൃതി പുരുഷനാണ്. അപ്പം നമ്മൾ ചിന്തിച്ചാൽ എന്ത് മനസ്സിലാവും? രണ്ടും ഒന്നാണെന്ന്. നമ്മൾ പ്രകൃതി പുരുഷ എന്ന് പറയുന്നത് ഭഗവാൻ നാരായണനെയാണല്ലോ നമ്മൾ ഭാഗവത്തിൽ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പരമേശ്വരൻ ആരാണ്? ഭഗവാൻ നാരായണനാണ്. ഈ ത്രിമൂർത്തികളും ഒന്നാണ്. അതായത് വിധാതാവും ഭഗവാൻ നാരായണൻ മഹാവിഷ്ണുവായി നിൽക്കുന്നതും ബ്രഹ്മാവും വിഷ്ണു മഹാവിഷ്ണുവും പിന്നെ ശിവനും ഇതെല്ലാം ഏകമായ ഭഗവാൻ തന്നെയാണ്, ഒരേ ഒരാളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രകൃതി പുരുഷ എന്ന് പറഞ്ഞാൽ ഈ ഏകനാണ്. അപ്പോൾ ഇതിൻ്റെ അജ്ഞാനം നമുക്ക് മാറണം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഏകമാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാലും ഭഗവാൻ നാരായണനാണ്, നാരായണൻ എന്ന് പറഞ്ഞാലും പരമേശ്വരനാണ്. ഇത് നമ്മൾ ചിന്തിച്ചോണം, മനസ്സിലാക്കിക്കോണം. അപ്പോൾ മുപ്പുരാരാതി മൂല പ്രകൃതീശ്വരൻ ചിൽ പുരുഷൻ ചിദാനന്ദൻ ശിവാത്മകൻ സൽപുരുഷൻ സദാനന്ദൻ സദാശിവൻ സർപ്പവിഭൂഷണൻ സർവജ്ഞൻ ഈശ്വരൻ ദർപ്പവിനാശകൻ പരൻ രുദ്രൻ പരമേശ്വരൻ ദുരിതാന്തകൻ ഭദ്രപ്രദൻ ഭവമൃത്യു വിനാശനൻ ഭക്തപ്രിയൻ വരദൻ ഭവസാഗരാൽ മുക്തിപ്രദൻ മുകുന്ദാതി നിഷേവിതൻ മൃത്യുഞ്ജയൻ മൃണൻ അദ്രി നിലയൻ. ഇതെല്ലാം പരമാത്മാവിനെ സ്തുതിക്കുകയാണ്. കൃത്തിവാസസാകൃശാനുരേതാത്മകൻ രത്നസാനു വിശിഖാസനൻ ഭൂരഥൻ പത്മനാഭാശുകൻ വിശ്വസൃക്ക് സാരഥി മുപ്പുരാരാതി മുകുന്ദ നിഷേവിതൻ മുക്കണ്ണരും വിധിയും ദേവവൃന്ദവും കൂടെ തെളിഞ്ഞു ദക്ഷാധ്വരശാല പൊക്കിയിടും വിധവും പിരിഞ്ചാതി മുനികളും കൂപ്പിത്തൊഴുത് നമസ്കരിക്കുമ്പൊഴുത് ആത്മപ്രസാദമുറ്റാത്മാ നിരഞ്ജനൻ. അവിടേക്ക് ആ യാഗശാലയ്ക്കകത്ത് കയറി എല്ലാവരും പ്രാർത്ഥിച്ച് ദക്ഷൻ്റെ ആ യാഗശാലയ്ക്ക് കടന്ന് ശാശ്വതൻ സർവൻ ജഗൽ ഗുരു ശങ്കരൻ ഈശ്വരൻ താനങ്ങ് അനുഗ്രഹം ചെയ്യുകയാൽ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ എല്ലാവരും ഇത്രയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്ത് അവിടേക്ക് കയറി ഈ യാഗശാലയിലേക്ക്. മുന്നമേയുള്ള സവന പശു അത് തന്നെ അർത്ഥ ശിരസഥ കേവലം ആ യജ്ഞത്തിന് പശുവിനെ അർത്ഥ അതിൻ്റെ തല അവിടെ കിടപ്പുണ്ട് ഈ യാഗത്തിന് വേണ്ടിയിട്ട്. ആ തല പിന്നെ പ്രജാപതി ദക്ഷശിരസാക്കി നന്നായി ഒരുമിച്ചു ചേർത്ത രാമരകൾ. അങ്ങനെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്നെ ജീവിപ്പിക്കണമല്ലോ ദക്ഷനെ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ അവിടെ കിടന്ന പശുവിൻ്റെ തലയെടുത്ത് എന്താ മൃഗത്തിൻ്റെ ഇപ്പം ആടാന്നോ പശുവാണോ എന്തായാലും ആ സവന പശു എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്ത പശു, അതിനെ തലയെടുത്ത് അമരകൾ ദേവന്മാരെല്ലാം കൂടെ ദക്ഷൻ്റെ തലയിലേക്ക് വെച്ച് ചേർത്ത് പിടിപ്പിച്ചു. നന്നായി ഒരുമിച്ച് ചേർത്ത രാമരകൾ ദക്ഷനും ജീവിച്ചുണർന്ന് തെളിഞ്ഞുടൻ. അപ്പോഴത്തേക്ക് ദക്ഷൻ ജീവിച്ച് ഉണർന്ന് തെളിഞ്ഞ് ഉഷധ്വജനിലെ ദ്വേഷം ഒഴിഞ്ഞിടും ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലവിധം. അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ വച്ചപ്പോൾ എന്ത് ചെയ്തു? ഉഷധ്വജനിലെ ദ്വേഷമെല്ലാം ഒഴിഞ്ഞിടും ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലവിധം.
പല വിധത്തിൽ അങ്ങോട്ട് സ്തുതിപ്പ് തുടങ്ങുന്നു. അപ്പോൾ ഭക്തപ്പനും പ്രസാദിച്ച് അരുളിനാൻ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സമയം ഇത്രയും പോയി മക്കളെ, കാരണം പറഞ്ഞു വരുമ്പോൾ സമയം ഒത്തിരി എടുക്കും. പറയുമ്പോൾ അങ്ങനെയാണ്, വായിച്ചാൽ ഒന്നും മനസ്സിലാവാത്തതാ പറഞ്ഞത്. സമയം ഒരുപാട് പോയെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും അറിയേണ്ടുന്നവർക്ക് അറിയണമല്ലോ, ചില പുതിയ മക്കളൊന്നും കാണുമല്ലോ. അതുകൊണ്ട് അറിവിനൊത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഹരി ഓം ഹരി ഓം ഹരി ഓം.